ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കാന്താരി മുളകും പച്ചമാങ്ങയും വെളുത്തുള്ളിയും കൂടെ ഉപ്പിലിട്ട് വെക്കാനാണ് പോണത്. പണ്ടൊക്കെ ഏത് വീടുകളിലും ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ് നമ്മൾ ഉപ്പിലിട്ടത്. ഈ ഉപ്പിലിട്ടത് നമുക്ക് അച്ചാർ പോലെ തന്നെ നമുക്ക് കൂട്ടും ചെയ്യാം. വായിക്കൊക്കെ ടേസ്റ്റ് ഇല്ലാത്ത സമയത്തൊക്കെ അല്ലെങ്കിൽ വയറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉള്ളപ്പോൾ കഴിക്കാൻ പറ്റിയൊരു അച്ചാറാണ് കേട്ടോ ഇത്. ഇപ്പോൾ കാന്താരി മുളക് നമുക്ക് കൊളസ്ട്രോൾ കുറയ്ക്കാനും വെളുത്തുള്ളി വയറിൻ്റെ പല അസുഖങ്ങൾക്കും എല്ലാത്തിനും നല്ലതാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പച്ചാറിൽ മുളക് പൊടിയും വിനാഗിരിയൊക്കെ ചേർത്ത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് പലർക്കും ഇപ്പോൾ അച്ചാർ കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു അച്ചാർ അല്ലെങ്കിൽ ഉപ്പിലിട്ട് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ആ കഞ്ഞിയുടെ കൂടെയോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയോ ഇപ്പോൾ ടേസ്റ്റ് ഇല്ലാത്തൊരു കൂട്ടാനൊക്കെ ആണെങ്കിൽ അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നമുക്ക് വളരെ നല്ലൊരു ഉപ്പിലിട്ടാണ് കേട്ടോ. നമുക്ക് എങ്ങനെ ചെയ്ത് നോക്കാം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ 3 റെസിപ്പി പറയുന്നുണ്ട്. നമുക്ക് അസുഖം പിടിച്ചിരിക്കുമ്പോഴോ വയറിന് കംപ്ലൈൻ്റ് ഒക്കെ ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റിയ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ 3 റെസിപ്പിയാണ് കേട്ടോ. ഒരു ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്, ഒരു മോര് കാച്ചി ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ ഇങ്ങനെ നമുക്ക് ഉപ്പിലിട്ട് വയ്ക്കാൻ പറ്റിയ ഒരു റെസിപ്പിയും കൂടിയാണ് പറയണത്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണാം കേട്ടോ. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും, പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും എല്ലാവർക്കും അറിഞ്ഞൊന്നും വരില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് അളവൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കാന്താരി ആയാലും വെളുത്തുള്ളി ആയാലും മാങ്ങ ആയാലും പ്രത്യേകിച്ച് അളവൊന്നും നോക്കണ്ട. നമുക്ക് നമ്മുടെ കയ്യിലുള്ള അത്രയും ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് ഓരോരോ കുപ്പികളിൽ ഇട്ട് വയ്ക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഇത്രയും കാന്താരി എടുത്തുകൊണ്ട് വെളുത്തുള്ളി ഇത്രയും നമുക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കാം. ഇഞ്ചിയുടെ ഒരു ചെറിയ പീസ് എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ വേപ്പില, ഞാൻ മാങ്ങ ഇതൊരു വലിയൊരു മാങ്ങയാണ്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് അരിയാം കേട്ടോ. മാങ്ങയും വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് അരിയുണ്ട്. വെളുത്തുള്ളി ഒന്ന് പകുതിയാക്കി ഇട്ട് കൊടുത്തേക്കോട്ടോ. വലിയ വെളുത്തുള്ളി കാരണം ഒന്ന് പകുതിയാക്കി ഇതാ. മുഴുവനോടെ വേണമെങ്കിൽ മുഴുവനോടെ ഇടാം കേട്ടോ. പിന്നെ ഇഞ്ചി ഒന്ന് ചെറിയ കഷ്ണമാക്കിയിട്ടുണ്ട്, വേപ്പിലയും ചെറിയ കഷ്ണമാക്കിയിട്ടുണ്ട്, മാങ്ങ ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ടാണ്. പിന്നെ കാന്താരി എടുക്കുമ്പോൾ കാന്താരി നന്നായിട്ട് കഴുകി ഒന്ന് വെള്ളമൊക്കെ തുടച്ച് വെക്കുക കേട്ടോ. 2 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഈ വെള്ളം തിളപ്പിച്ച് ചൂടാറിയതിന് ശേഷം ആ വെള്ളത്തിലാണ് കേട്ടോ നമ്മളിതൊക്കെ ഇടാൻ പോകുന്നത്. വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ, നമ്മളത് ഓഫ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. തിളപ്പിച്ച് ചെറിയൊരു ചൂടുണ്ട്, ആ ചെറിയ ചൂടോട് കൂടെ തന്നെ നമുക്ക് ഇടാം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് കുപ്പിയൊക്കെ ഉണക്കി തുടച്ചൊക്കെ വെക്കണം കേട്ടോ. ആ കുപ്പിയിലുണ്ട് നമ്മൾ ഇടണ്ടേ. ആദ്യം തന്നെ മാങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. മാങ്ങ ഒരു പകുതി ഇട്ട് കൊടുക്കുന്നുണ്ട്. മാങ്ങ നമ്മൾ നുറുക്കി വെച്ചതിൽ പകുതി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതിലേക്ക് വെളുത്തുള്ളിയുടെ പകുതിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കാന്താരി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതൊരു 15 ദിവസം കഴിയുമ്പോട്ട് നമുക്ക് എടുത്തു തുടങ്ങാം കേട്ടോ. ഇപ്പോൾ കാന്താരിയുടെ എരിവും ഈ മാങ്ങര പുളിയും പിന്നെ ഈ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഉപ്പൊക്കെ കൂടി ആകുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് വേറെ കറികളൊന്നും ഇല്ലെങ്കിൽ തന്നെ ഇതിൻ്റെ ഒരു ചാറ് കൂട്ടിയാൽ നമുക്ക് നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റും. ഇഞ്ചിര വളരെ കുറച്ച് മാത്രം കേട്ടോ. അപ്പം തന്നെ വേപ്പിലരി ഒരു കുറച്ച് ഇട്ടുണ്ട്. നമുക്കിനി വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ചെറിയ ചൂടുള്ള വെള്ളമാണ്. ഒന്ന് നെകക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. നെകക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു സ്പൂണിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ ഇതിൽ ചൊറുക്കൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. ചൊറുക്കൊഴിക്കാതെ തന്നെ ഇത് നമുക്ക് കുറേ കാലം ഇരിക്കും കേട്ടോ. ഇത് ഇങ്ങനെ ഉപ്പിലിട്ടത് ഇനി ഒരു 15 ദിവസം കഴിയുമ്പോൾ തുടങ്ങി നമുക്കിത് എടുത്തു തുടങ്ങാം. ഇതിൽ ഇത്രയും മതി കേട്ടോ. ഇനി നമുക്കിത് ടൈറ്റായിട്ടൊന്ന് അടച്ചു വെച്ചാൽ മതി കേട്ടോ. ഇത്രയും ഇട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ. നല്ല ടൈറ്റുള്ളൊരു പാത്രം കൊണ്ട് അടച്ചു കൊടുക്കാം കേട്ടോ. ഈ ഒരു കുപ്പിയിൽ നമ്മൾ കുറച്ച് ചൊറുക്ക് ഒഴിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് നാൾ എടുത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചൊറുക്ക് ഒഴിച്ച് എടുത്ത് വെക്കുകയാണെങ്കിൽ കുറേ കാലം ഇരുന്നോളൂ ഇത്. പിന്നെ ചൊറുക്ക വേണ്ടാന്നുള്ളവർക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ വെളുത്തുള്ളി ബാക്കിയുള്ളതും ഇഞ്ചിയും വേപ്പിലയും കൂടെ എല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. അതിൽ ഈ കാന്താരിയും കൂടെ ഇതിലെല്ലാം ഇട്ട് കൊടുക്കാം.
ഇതിലേക്ക് പച്ചമുളകെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ് പിന്നെ നമുക്ക് നോക്കാം കേട്ടോ, ഇടയ്ക്ക് തുറന്ന് നോക്കാം. നമുക്ക് വേണമെങ്കിൽ പിന്നീട് അതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് ഈ ചെറിയൊരു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്നതൊക്കെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ ഈ ചുരുക്ക ഒരു 4 ടീസ്പൂൺ ഉണ്ടായിരിക്കും കേട്ടോ. അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് കുറേ കാലം എടുത്ത് വയ്ക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങളിവിടെ ഈ ഉപ്പ് മാത്രം ഇട്ട് വെച്ചത് എടുത്ത് തീർക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് കുറേ കാലം ഇരിക്കുമല്ലോ, അപ്പോൾ പിന്നെ ഇത് ഇങ്ങനെ എടുത്ത് വയ്ക്കും. ഇത് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മോര് കാച്ചിയാണ് കേട്ടോ. അതിന് നമ്മൾ ഈ ഒരു ബൗളിൽ ഇത്രയ്ക്ക് മോരെടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി വേണ്ടവർ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഇത്രയും മോരാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മളിത് ഇങ്ങോട്ട് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇത്തിരി വെള്ളം കൂടെ നമുക്ക് ഇതിൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇത്രയും തന്നെ വെള്ളം കൂടെ ഇതിലൊഴിച്ച് നമ്മൾ ഇത്രയ്ക്കേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു മോര് കാച്ചിരിക്ക് നമ്മൾ ഇത്രയും ഉള്ളിയാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, വേപ്പില, പിന്നെ ജീരകം, ഉലുവ, കടുക്, മഞ്ഞൾപ്പൊടി, ഇത്രയാണ് കേട്ടോ നമുക്ക് ആവശ്യം. നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് വയറിന് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുമ്പോഴോ ദഹനക്കേട് അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു മെഡിസിൻ പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന കേട്ടോ ഈ മോര് കാച്ചി. അപ്പോൾ അത് ഒന്ന് നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഉള്ളിയും വേപ്പിലയും കൂടെ ചതയ്ക്കാം കേട്ടോ. നന്നായിട്ട് ചതയ്ക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം ഒന്ന് വറ്റിയിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടുണ്ട്. പിന്നെ ജീരകം ഒന്ന് ചതച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചട്ടി ചൂടായിട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. കുറച്ച് മതി, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കടുകൊന്ന് പൊട്ടാൻ മാത്രം. അത് ചൂടാകുമ്പോൾ നമുക്ക് ഈ കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. എടുത്ത ചേട്ടൻ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കാം. ഇത് വേറെ കറികളൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയും കൂടിയാണ് കേട്ടോ. നമ്മുടെ വയറിനാണെങ്കിൽ അത്രയ്ക്ക് എന്തൊരു അസുഖത്തിനും എന്ത് ദഹന പ്രശ്നമായാലും എന്തിനായാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ ഈ മോര് കാച്ചി. കടുകൊന്ന് പൊട്ടട്ടെ കേട്ടോ. കടുക് പൊട്ടി കഴിഞ്ഞിട്ട് കേട്ടോ നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. വേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ആ പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മതി കേട്ടോ. അധികം മൂക്കണ്ട. പെട്ടെന്ന് തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടിക്ക് ഇട്ട് കൊടുക്കാം. വേറെ ഇതിലൊന്നും ഒരു അരപ്പും ചേർക്കണ്ട, ഒരു കഷ്ണങ്ങളും ചേർക്കാതെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കാര്യമാണ് കേട്ടോ. പിന്നെ തൈര് ഒരിക്കലും ചേർക്കരുത് കേട്ടോ. തൈര് നമ്മൾ കടഞ്ഞിട്ട് വെണ്ണയൊക്കെ മാറ്റി മോര് കിട്ടില്ല. ആ മോരാണ്ട് നമ്മൾ ഇതിൽ ഉപയോഗിക്കുള്ളൂ. ഇതൊന്ന് ആയിട്ട് നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ജീരകം പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും കാര്യം ഇടണുള്ളൂ കേട്ടോ. മുളക് പൊടി ഇടേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ വേണം എന്നുള്ളവർക്ക് ഇടാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതായതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് മോര് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് ഒരു 1/2 ടീസ്പൂൺ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് തിളയ്ക്കുമ്പോഴേക്കും നമുക്കൊന്ന് ഓഫ് ചെയ്യണം കേട്ടോ. തിളയ്ക്കണ്ട, അപ്പോൾ തന്നെ നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ. ഇത് വയറിന് അസുഖങ്ങളൊക്കെ ഉള്ളപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ കേട്ടോ. ഇത് തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് നിർത്താം കേട്ടോ.
ഓഫ് ചെയ്യണം കേട്ടോ. നല്ല പുളിയുള്ള തൈരൊക്കെ എടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഓഫ് ചെയ്യണം കേട്ടോ. അത് നമ്മളടുത്ത് ചെയ്യാൻ പോകുന്നത് ഒരു ചമ്മന്തിയാണ് കേട്ടോ. ഉള്ളി മൂപ്പിച്ചിട്ടൊരു ചമ്മന്തിയാണ്. നമ്മൾ അസുഖമൊക്കെ പിടിച്ച് നമ്മുടെ നാവൊക്കെ മരയിച്ചിരിക്കുന്ന ഒരു സമയത്തൊക്കെ ഇങ്ങനെ ഒരു ചമ്മന്തി കിട്ടുകയാണെങ്കിൽ ഉണ്ടല്ലോ അത്രയ്ക്ക് ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമുക്ക് വയറ ടേസ്റ്റ് നമുക്ക് തിരിച്ച് ഈ ഒരു ചമ്മന്തിയിൽ നമുക്ക് കിട്ടും. നമുക്കിപ്പോൾ ആശുപത്രിയിലൊക്കെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ ഒരു ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അത് കേടാവില്ല. അപ്പോൾ ഇന്ന് ഉണ്ടാക്കിയാൽ നാളേക്ക് നമുക്കത് ഉപയോഗിക്കാം. അതെങ്ങനെ ചെയ്യണം നോക്കാം കേട്ടോ. ഈ ഉള്ളി ഒന്ന് നമുക്ക് ചെറുതായിട്ട് അരിയണം കേട്ടോ. ഇതിപ്പോൾ ഒരാൾക്കുള്ള ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അരിഞ്ഞുണ്ട് കേട്ടോ. നമ്മളൊരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇനി ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അധികം ഒഴിക്കണ്ട, ഈ ഉള്ളിലേക്കുള്ളത് മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ. വെളിച്ചെണ്ണ ചൂടായിട്ട് നമുക്ക് ഈ ഉള്ളി ഒന്ന് മൂപ്പിക്കാം കേട്ടോ. അധികം ഫ്ലെയിമിലല്ല, ഫ്ലെയിം കുറച്ച് വെച്ച് ചെയ്യണം കേട്ടോ. ഇത്രയും സിമ്പിളായ കാര്യങ്ങൾ എന്തിനാ പറയുന്നത് ചോദിക്കും. പക്ഷേ നമുക്ക് ഓരോ അസുഖമൊക്കെ പിടിച്ചിരിക്കുമ്പോഴേക്കും നമുക്ക് എന്തെങ്കിലും നിസ്സാര കാര്യങ്ങളായിരിക്കും നമുക്ക് വേണ്ടത്. നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അത് ഇപ്പോൾ ആരെങ്കിലും ചെയ്തു തരാൻ പറയുമ്പോൾ നമുക്ക് ചെയ്ത് കൊടുക്കാൻ അറിയില്ല. ഇപ്പോൾ വയസ്സായവരൊക്കെ പറയും ഒന്ന് വായിക്ക് ടേസ്റ്റിന് എന്തെങ്കിലും ചെയ്തു തരാനൊക്കെ പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും. കുറേ കൂട്ടാനുകളൊന്നും ഉണ്ടാക്കി കൊടുക്കുന്നതിൻ്റെ എല്ലാ കാര്യം. ഒരു ചിലപ്പോൾ ഒരു ചമ്മന്തി ആയിരിക്കും, ചിലപ്പോൾ ചെറിയൊരു അച്ചാറായിരിക്കും വേണ്ടു. ഇങ്ങനെയൊക്കെ നിസ്സാര കാര്യങ്ങളായിരിക്കാം. പക്ഷെ അത് ടേസ്റ്റായിട്ട് അത് കിട്ടുമ്പോൾ നമുക്ക് ആ ഒരു സമയത്തൊരു വലിയ വിലയായിരിക്കും അതിനൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും. പക്ഷേ ചിലർ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് അപ്പോൾ ചെയ്യാൻ തോന്നുമല്ലോ. അപ്പോൾ ഫ്ലെയിം കുറച്ച് വയ്ക്കുക കേട്ടോ. ഉള്ളി കരിയരുത്, പതുക്കെ ആയാൽ മതി. ഉള്ളി മൂത്തുണ്ട് കേട്ടോ. നമുക്ക് ഈ മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ മുളക് പൊടി. ഇതിട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് മുളക് പൊടി ഒന്ന് മൂപ്പിച്ചാൽ മതി കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. അധികം ആവണ്ട. ഇതിൽ തന്നെ ഒന്ന് കിടന്നാവും കേട്ടോ. മുളക് ഇത്ര ആയാൽ മതി. അതായിട്ടൊന്ന് ചൂടാറിയുണ്ട് കേട്ടോ. അത് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കണ ഈ ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പും ഈ പുളിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. തിളപ്പിച്ച് ആറിയ വെള്ളം തന്നെയാണ്, കുറച്ച് മാത്രം ഒഴിച്ച് കൊടുക്കുക. ഒരു ചെറിയൊരു ഗ്രേവി പോലെ ആവും കേട്ടോ. അത് ഇത് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് നന്നായിട്ട് ഞരടി കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഇങ്ങനെ ഞരടി കൊടുക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. ഈ ചമ്മന്തി ഇപ്പോൾ നമ്മൾ പാക്ക് ചെയ്ത് ചോറിലൊക്കെ പൊതിഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ വെള്ളത്തിന് പകരം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. വീട്ടിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാം. നമുക്ക് വേറെ ഒരു കറി ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ചമ്മന്തി മാത്രം കൂട്ടി നന്നായിട്ട് ചോറുണ്ടാൻ പറ്റും കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ഒരു ചമ്മന്തി. നല്ല നാവിനൊക്കെ നല്ലൊരു രുചി കിട്ടുന്ന ഒരു ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 3 കാര്യങ്ങൾ പറഞ്ഞതും സിമ്പിളാണെന്ന് എല്ലാവർക്കും തോന്നും, പക്ഷേ അറിയാത്തവർക്ക് അതൊരു ഉപകാരം ആവട്ടെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ.